ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കുഞ്ഞു കഥ. നിധി തേടിപ്പോയ സഹോദരങ്ങൾ. സിൽബാരിപുരം ദേശത്ത് ഒരു ദരിദ്ര കുടുംബത്തിലെ 4 സഹോദരങ്ങൾ നാടുവിടാനുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങ് ദൂരെ കിഴക്കു ദിക്കിലെ മലയടിവാരത്തിൽ ദിവ്യന്മാർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് നിരവധി മന്ത്രങ്ങളും അത്ഭുത വിദ്യകളും അറിയാമത്രേ. അവർ അങ്ങോട്ടു യാത്രയായി. കുറേ ദിവസങ്ങൾ നടന്നപ്പോൾ ഒരു ഗുഹയിലെ സന്യാസിയുടെ അടുക്കൽ അഭയം തേടി. തങ്ങളുടെ ലക്ഷ്യം അവർ പറഞ്ഞു. ആദ്യമൊന്നും സന്യാസി യാതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഒഴിവാക്കാൻ നോക്കി. എങ്കിലും ഈ കാട് മുഴുവനും നിധി കിട്ടാനായി അലഞ്ഞു നടക്കുമെന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് 4 പേർക്കും ഓരോ തിരി തെളിയിച്ചു തരാം. കാട്ടിലൂടെ നടക്കുമ്പോൾ എപ്പോൾ തിരി കെട്ടുപോയാലും അവിടെ കുഴിച്ചാൽ നിധി കിട്ടും. പക്ഷേ അത്യാർത്തി പാടില്ല. അവർ 4 ആളും തിരിയുമായി നടന്നു നീങ്ങി. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒന്നാമൻ്റെ തിരി കെട്ടു. അവിടെ കുഴിച്ചപ്പോൾ പുരാതനമായ കുറേ ചെമ്പുപാത്രങ്ങൾ കിട്ടി. അവൻ പറഞ്ഞു, ചേട്ടന്മാരെ, നമുക്കിത് കൊട്ടാരത്തിൽ കൊടുത്താൽ നല്ല പണം കിട്ടും. നമുക്ക് പങ്കിടാം, എൻ്റെ കൂടെ പോരൂ. മറ്റുള്ളവർ പറഞ്ഞു, ഇതിനേക്കാൾ വിലയുള്ളത് ഞങ്ങളുടെ തിരികെടുമ്പോൾ കിട്ടും. മൂവരും യാത്ര തുടർന്നു. രണ്ടാമൻ്റെ തിരികെട്ടപ്പോൾ കുഴിച്ച് വെള്ളി കിട്ടി. പങ്കിടാമെന്ന് പറഞ്ഞിട്ടും 2 പേരും യാത്ര തുടർന്നു. മൂന്നാമൻ്റെ തിരികെട്ട സ്ഥലത്ത് സ്വർണമായിരുന്നു. അവൻ പറഞ്ഞു, ചേട്ടാ, ഈ സ്വർണത്തിൻ്റെ പകുതി ഞാൻ തരാം. ഇനിയും മുന്നോട്ട് പോയാൽ കൊടും കാടാണ്. നാലാമൻ, ചെമ്പും വെള്ളിയും സ്വർണവും കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ തിരികെടുമ്പോൾ രത്നങ്ങൾ കിട്ടും. നാലാമൻ്റെ തിരികെട്ടപ്പോൾ നിധി കിട്ടിയത് ഒരു കുടം നിറയെ രത്നക്കല്ലുകൾ. ആ കുടം ഉയർത്തിയപ്പോഴോ ചുവട്ടിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന സർപ്പം കൊത്തി. എന്നാൽ നിധി കിട്ടിയ ആദ്യത്തെ 3 പേരും സുഖമായി ജീവിക്കുകയും ചെയ്തു. ഗുണപാഠം: ആവശ്യമായ സമ്പത്ത് കിട്ടിയിട്ടും അത്യാർത്തിക്ക് പിറകെ പോകുന്നത് ആപത്ത് വിളിച്ചു വരുത്തും. അല്ലേ കൂട്ടുകാരെ?